മനസ്സിൽ ഭയത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മനസ്സിൽ മറ്റേതെങ്കിലും കോംപ്ലക്സ് വരികയാണ്, ചിലപ്പോൾ പാനിക് അറ്റാക്കായിട്ട് ചിലപ്പോൾ വരാം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ അത് ഭയമായിരിക്കാം, അല്ലെങ്കിൽ അപകർഷതാബോധമായിരിക്കാം. പലർക്കും പല രീതിയിലുള്ള ഒരു കോംപ്ലക്സാണ് വരിക. ഇങ്ങനെയുള്ള ഏതൊരു കോംപ്ലക്സിനെയും നേരിടാനുള്ളൊരു മാർഗ്ഗമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ആ കോംപ്ലക്സ് വന്ന ഉടനെ തന്നെ അതിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ തലയെ ഒന്ന് റിലാക്സ് ചെയ്യുക. അതായത് ആ സംഗതി വരുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കൊരു ഭാരം ഉണ്ടാവും, ആ ടെൻഷനെ ഉടൻ തന്നെ നമ്മൾ റിലീസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്ന സമയം നിങ്ങൾ നോക്കുക, പുഞ്ചിരിച്ച് കഴിഞ്ഞ ഉടനെ ആ സംഗതി അവിടെ ഉണ്ടാവില്ല. നമ്മളെന്താണ് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ഏതെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ വരുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ പെട്ടുപോവുകയാണ്. അതായത് ഏതെങ്കിലും പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മൾ അയ്യോ എനിക്ക് പാനിക് അറ്റാക്ക് വന്നു ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ എല്ലാ സമയത്തും അതിനെ നമ്മളുടേതാക്കിയാണ്. ഞാൻ പറഞ്ഞിട്ടാണോ ആ പാനിക് അറ്റാക്ക് വന്നത്? തീർച്ചയായിട്ടുമല്ല. അതിൻ്റെ കണ്ടീഷൻസ് റൈറ്റ് ആയി കഴിഞ്ഞ സമയത്ത് അത് വന്നു. വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉടൻ അതിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് ഒരു ഹോൾസം ആയിട്ടുള്ളൊരു സംഗതി, അതായത് പുഞ്ചിരിയെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്കുള്ള ഏതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ശരി, അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടുപോകുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. ഇത് ബന്ധെ വിമലാരംസി പഠിപ്പിക്കുന്ന ട്വിം മെഡിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം കൂടുതൽ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.